അപ്പോൾ ഈ ഫ്ലക്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. വി.ഡി. സതീശനായി വയനാട്ടിലും ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. മേപ്പാടി പള്ളിക്കവലയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, വയനാട്ടിൽ വി.ഡി. സതീശനായി ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനവികാരം അടിത്തട്ടിൽ വി.ഡി. സതീശൻ അനുകൂലമാണ് എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഫ്ലക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ജിൻസി, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ച സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ പലയിടങ്ങളിലും വി.ഡി. സതീശന് ഫ്ലക്സ് ബോർഡുകൾ ഉയരുകയാണ്. വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. പള്ളിക്കവല കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയിരിക്കുന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നും അതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിയുക്ത മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ സതീശന് ഹൃദയാഭിവാദ്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ ഫ്ലക്സ് ബോർഡ് ഇവർ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആളുകൾ ഇപ്പോൾ നമ്മോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റിടങ്ങളിലൊക്കെ ഫ്ലക്സ് വെച്ച് പോകുന്നതല്ലാതെ ആളുകളൊന്നും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ കൃത്യമായിക്കൊണ്ട് തന്നെ ഫ്ലക്സ് വെച്ച പള്ളിക്കവലെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അവർ തന്നെ ഈ ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് വി.ഡി. സതീശൻ അനുകൂലമായി നിങ്ങൾ രംഗത്തെത്തിയത്? കോൺഗ്രസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ജനാധിപത്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു തീരുമാനം. അപ്പോൾ കഴിഞ്ഞ ദിവസം 102 സീറ്റ് വിജയിച്ചതിന് ശേഷം പള്ളിക്കലയിൽ കോൺഗ്രസ് കമ്മിറ്റി ചേരുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഒരാൾ ഇല്ലാതെ 100% ആളുകളുടെ സപ്പോർട്ടാണ് വി.ഡി. സതീശനുള്ളത്. അപ്പോൾ ആ ഒരു പള്ളിക്കവലക്കാരുടെ ഒരു എന്താ പറയുക, ആ ഒരു സ്വീകാര്യത ജനങ്ങളെ അറിയിക്കുക, AICC നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ളതുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ ഇന്നലെയും മിഞ്ഞാന്ന് നോക്കാൻ ചേർന്നിട്ടുണ്ട്, വിജയത്തിന് ശേഷം ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെയൊക്കെ അവർ എന്താക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുകയും അവരാവണമെന്നുള്ള ആഗ്രഹവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഗ്രഹമൊക്കെ സൂക്ഷിച്ചെടുത്തിട്ടായിരിക്കും നമ്മുടെ നേതൃത്വം എന്താക്കുക, ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ ആ തീരുമാനത്തിന് 100% പള്ളിക്കാരക്കാരുടെ പിന്തുണ വി.ഡി. സതീശനാണ്. ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ജനാധിപത്യ സ്വഭാവം ഏറ്റവും നന്നായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളുടെ പേര് മേലെന്ന് പറഞ്ഞാൽ അനുസരണ ഇല്ല എന്നല്ല, മേലെന്നൊരു പേര് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ഈ ഒരു 5 വർഷക്കാലം പിണറായി വിജയനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഏറ്റവും നന്നായി പട നയിച്ച് 102 സീറ്റ് കണക്കുകൾ കൃത്യമായി പറഞ്ഞ ആ നിലപാടിൻ്റെ രാജകുമാരനാകണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിൻ്റെ പേരൊക്കെ ഒരു ഭാഗത്ത് ഉയർന്നുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശനല്ല മുഖ്യമന്ത്രി എങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. 100% കാരണമാകും. കാരണം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് ഈ നാട് പട നയിച്ചത്. അപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാണെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വികാരമുള്ളത്. ഭൂരിപക്ഷം അണികൾക്കും ഇത് തന്നെയാണ് ആഗ്രഹം, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹം. മറ്റുള്ള ജില്ലകളിൽ ഞങ്ങളെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ പല രീതിയിൽ അറിയുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വി.ഡി. സതീശനാകണം. വി.ഡി. സതീശനാണ് പ്രതിപക്ഷ നേതാവ് ഇരുന്നതും ഭരണപക്ഷത്തിന് എതിരായി സംസാരിച്ച കാര്യങ്ങൾ നടത്തുന്നത്. ഈ കൃഷിക്കാർക്കും മറ്റുള്ള കാര്യങ്ങൾ അനുകൂലമായി ചെയ്യുന്നതിന് UDF ഗവൺമെൻറ് വരണം. അതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൽസി, അപ്പോൾ താഴെ തട്ടിൽ നിന്നോ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് വി.ഡി. സതീശൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പോലും ഫ്ലക്സ് ബോർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ട് വി.ഡി. സതീശനായി രംഗത്ത് വരുന്നത്. ഫൈസൽ നെടുമ്പാലയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വി.ഡി. സതീശനായി ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു വയനാട്ടിൽ. മറ്റിടങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ അതിനെ ഓൺ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വയനാട്ടിൽ ഇത്തവണ ഫ്ലക്സ് ബോർഡ് വെച്ചവർ തന്നെ എന്തുകൊണ്ട് വി.ഡി. സതീശൻ വേണം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം തുറന്നു പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ച കൂടിയാണ്. വി.ഡി. സതീശൻ അനുകൂല തരംഗം അത് താഴെത്തട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ മറിച്ചൊരു മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുമോ ഹൈക്കമാൻഡ് എന്നുള്ള ഒരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്.